ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോവും. ഞങ്ങളിന്ന് പത്തിരിയാണ് ചുടുന്നത്. പത്തിരി വെച്ചാൽ ഞാൻ പത്തിരി എന്ന് പറയുന്നത് ഇതാ ഞാൻ അരി അരച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. നിങ്ങൾ എന്തായാലും അറിയാൻ നിനക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് സാധാരണ പലഹാരം തന്നെയാണ് ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് എനിക്ക് കടല ഉലത്തിയതുണ്ട്. കടല ഉലത്തിയതാണ്. ഞാൻ പണിയൊക്കെ കഴിച്ച് വെച്ചതാണ്. കാണിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതേ ഉള്ളൂ. കടല ഇതിങ്ങനെ ഒരുപാട് ഇതാക്കിയിട്ടൊന്നും എടുക്കണ്ട, വെള്ളത്തോടെ ഒന്നും എടുക്കാനുള്ള ആവശ്യമില്ല. ഇങ്ങനെ ഉലത്തിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരുപാട് മസാലകളൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൽ ഇത്തിരി കൊത്തമ്പാരിപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി കൊത്തമ്പാരിപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് തന്നെയാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്തിരി വേവിക്കുക നന്നായിട്ട്. ഒരു വലിയ ഉള്ളി കൂടി മുറിച്ചിട്ട് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് വെന്ത് വന്നാൽ നമ്മൾ ഇത്തിരി തേങ്ങ ഒരു കഷ്ണം ഇഞ്ചിയും കരിവേപ്പിലയും ഒക്കെ ചേർക്കുന്ന നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ മറ്റേ ആദ്യത്തെ വീഡിയോ പറഞ്ഞ മല്ലിച്ചപ്പ് ഇതിൻ്റെ അകത്ത് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് ഇത് നന്നായിട്ട് കുക്കറിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുമാതിരിയുള്ള ചീനച്ചട്ടിയിൽ നന്നായിട്ട് വറൽ ചെയ്യുക. കരിവേപ്പിലയിട്ട് നന്നായിട്ട് വറൽ ചെയ്ത് ഇതുമാതിരി വേണ്ട നിങ്ങൾ കുഴഞ്ഞ മാതിരി നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമ്മൾ കൂട്ടുമ്പോൾ ഈ സാധനത്തിൻ്റെ കൂടെ തന്നെ ഇത് കൂട്ടണം. ഇങ്ങനെ ടേസ്റ്റ്. ഈ പത്തിരിയുടെ കൂടെ ഇത് കൂട്ടാം. ചുട്ടി ഇങ്ങനെ വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും. അത് സമയത്തേക്ക് ഇത് ചുട്ട് വെക്കണം. ഇത്രയും ചെറുതായിട്ട് ചുട്ടാൽ മതി, അധികം വലിപ്പം വേണ്ട. ഈ പത്തിരിക്ക് ചുട്ടാൽ മതി. ഒരു തുള്ളി വെളിച്ചെണ്ണ, അധികം വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ആരും അധികം ഉപയോഗിക്കണ്ട. ഇത്തിരി വെളിച്ചെണ്ണ, നമുക്ക് കല്ലുമണ്ണിന് പോരണ്ടേ. പാനിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇത് പോരാൻ വേണ്ടി മാത്രമായി ഇത്തിരി രണ്ട് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതായി കഴിഞ്ഞു കേട്ടോ. ഇനി ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഈ പത്തിരി ഇത് പോരില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മൂടി വെക്കണം. ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് മറിച്ചിട്ടാൽ മതി. ആയിട്ടുണ്ടാവും. എന്നിട്ട് മറിച്ചിടാം. നന്നായിട്ട് പോരും. ഇത്തിരി കൂടി സമയം എടുത്താൽ നന്നായിട്ട് പോരും. ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ വരും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായി. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പത്തിരിയും കടല ഉലത്തിയതുമാണ് ഗേസ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ഇത് കണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും രാവിലെ കേട്ടോ. പെട്ടെന്ന് കഴിയുന്ന സാധനമാണ്. താങ്ക് യു. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ